ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് കുറച്ച് ദിവസമായി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല അറിയാത്തവരും കാണും. അതായത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്കും ഇൻസ്റ്റാ സ്റ്റോറിയിലേക്കും ഷെയർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ആവണ്ട, അങ്ങനത്തെ രീതിയിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ചിലർക്കത് ഓഫായിരിക്കും, ചിലർക്ക് ഇത് ഓണായിരിക്കും. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഷെയർ ചെയ്യണം, അതായത് വാട്സപ്പ് സ്റ്റേറ്റസ് ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും സ്റ്റോറി ഇട്ട് പോകണമെന്നുണ്ടായിരിക്കും. ചിലർക്ക് അങ്ങനെ താല്പര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ആ സെറ്റിങ്സ് എങ്ങനെ ഓഫും ഓണും ചെയ്യാൻ നോക്കാം. ആവശ്യമുള്ളവർക്ക് ഓഫാക്കാം, ആവശ്യമുള്ളവർക്ക് ഓണാക്കാം, ആവശ്യമുള്ളവർക്ക് ഓഫാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാറ്റസ് എടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി എന്ന് കാണിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന താഴേക്ക് വരിക. ഇവിടെ ഷെയർ ക്രോസ് ആപ്സ് എന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഷെയർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഫേസ്ബുക്ക് സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇത് രണ്ടും എനിക്ക് ഓഫാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓണാക്കാം. ഇത് രണ്ടും ഓണാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം മാത്രം ഓണാക്കാം. ഇത് നിങ്ങൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഷെയർ ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.